ദേശീയപാത നെല്ലായി ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ച് കടക്കാനുള്ള സംവിധാനമൊരുക്കാനുള്ള നടപടികൾ വൈകുന്നു. അടിക്കടി അപകടങ്ങൾ ഉണ്ടാകുന്നവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനമോ ഫുട് ഓവർ ബ്രിഡ്ജോ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. ദേശീയപാത 4-വരിപ്പാതയാക്കി നവീകരിച്ച കാലം മുതൽ നെല്ലായി ജംഗ്ഷനിൽ പ്രദേശവാസികൾ റോഡ് മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഒട്ടേറെ അപകട മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്കും ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് റോഡ് മുറിച്ചു കടക്കണം. ജനങ്ങളുടെ ഈ ദുരിതത്തിന് നേർക്ക് അധികാരികൾ കണ്ണടയ്ക്കുന്നത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് കുറ്റപ്പെടുത്തി. നെല്ലായി സെന്ററിൽ ഏറ്റവും കൂടുതൽ അപകട മരണം നടക്കുന്ന ഒരു പ്രദേശം ഈ ഭാഗമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ അടിപ്പാത വേണ്ടതാണ്. അത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സുഗമമാക്കുവാനായിട്ടും അതുപോലെ തന്നെ അപകട മരണങ്ങൾ ഒഴിവാക്കാനായിട്ടും അടിപ്പാത നെല്ലായിൽ ഇവിടെ അനിവാര്യമാണ്. ദേശീയപാത 4-വരിപ്പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 30-ലേറെയാണെന്നാണ് അനൌദ്യോഗിക കണക്ക്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ഇവിടെ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങളായി ജനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നുണ്ടെങ്കിലും ഈ ആവശ്യം ദേശീയപാത അധികൃതർ ഇനിയും അംഗീകരിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ കാൽനട യാത്രക്കാർക്കായി ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അതും നടപ്പായില്ല. വാഹനങ്ങളും കാൽനട യാത്രക്കാരും ദേശീയപാത മുറിച്ചുകടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. പുതുക്കാട്, ആമ്പലൂരൊക്കെ അടിപ്പാതയും മേൽപ്പാതയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ സിഗ്നലുള്ള കാരണം കൊണ്ട് ഒന്നുമില്ലെങ്കിൽ അത് നിൽക്കുമ്പോഴെങ്കിലും പോവാം. ഇവിടെ യാതൊരു വക തടവില്ലാണ്ടാണ് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഒന്ന് റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ തന്നെ ഒരുപാട് നേരം പിടിക്കും. അത് തന്നെയുള്ള ഇത്തിരി വയസ്സായവരാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് കടക്കാനും പറ്റാത്ത അവസ്ഥ. അപ്പൊ അവർക്കാണ് ആക്സിഡന്റ് കൂടുതലും പറ്റുന്നത്. അപ്പൊ അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരം എന്നുള്ള ഇതാണ് പറയാനുള്ളത്. പേരാമ്പ്ര, ആമ്പലൂർ തുടങ്ങിയ ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുകയും മറ്റ് പലയിടങ്ങളിലും അടിപ്പാതകൾ പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടും നെല്ലായിയിലെ ദുരിതം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൽ ജനങ്ങൾക്കിടയിൽ അമർഷമുണ്ട്. TCV ന്യൂസ്, കൊടകര.